ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസിനായിട്ട് ഒരു പുൽക്കൂട് സെറ്റ് ചെയ്താലോ? വളരെ എളുപ്പത്തിൽ ഒരു കഷ്ടി അരമണിക്കൂർ വേണ്ടി ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് പുൽക്കൂട് റെഡിയാക്കാം. പഴയ ഒരു ക്രിബിൻ്റെ സെറ്റുണ്ട് കേട്ടോ. അത് നമ്മളൊന്ന് പൊടി തട്ടി തുടച്ച് വെച്ചു. തട്ടായിട്ടൊന്നും സെറ്റ് ചെയ്യുന്നില്ല. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പർ വെച്ചിട്ടുണ്ട് ഒരു ഹൈറ്റ് കിട്ടാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ്ബോർഡ് ബോക്സോ എന്തെങ്കിലും അല്ല ഇഷ്ടികയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പൊക്കി വെക്കാം കേട്ടോ. ഇനി പണ്ടത്തെ പോലെയൊന്നും പുല്ല് ചെത്താനൊന്നും പോകാനൊന്നും ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഈ ആൽഗയോ പായലോ എന്നൊക്കെ പറയുന്ന നമ്മുടെ ടെറസിൻ്റെ മുകളിലും മഴ പെയ്യുന്നിടത്തും എല്ലാം കാണാറുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇളക്കാതെ ഒന്ന് കത്തി ഉപയോഗിച്ച് ചിരണ്ടി ഓരോരോ പീസായിട്ട് എടുക്കാം കേട്ടോ. ഞാനിതെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പോർച്ചിൻ്റെ മുകളിൽ നിന്നാണ്. വളരെ സാഹസികമായിട്ടൊക്കെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കുന്ന പാഴ്ചെടികളും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ച് കളഞ്ഞു. അതവിടെ നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഈർപ്പം ഇറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങാനായിട്ട് വേറെ ആളില്ലാത്തതുകൊണ്ട് അതവിടെ നിന്ന് നന്നായിട്ട് വളർന്നായിരുന്നു. അതെല്ലാം പറിച്ച് കളഞ്ഞു. അതെല്ലാം കാണാനായിട്ട് കുറച്ച് കാണികൾ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് പായൽ. അതുമായിട്ട് താഴത്തോട്ട് പോന്നു. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസിൻ്റെ ഒരു ചെറിയൊരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ ചിപ്സ് ആ മിറ്റലിൻ്റെ പീസില്ലേ, അതുകൊണ്ട് നമ്മളിങ്ങനെ വഴി പോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ഹൈലൈറ്റ് കൊടുക്കാനായിട്ട് ഒരു വൈറ്റ് കളറിലെ ചെറിയ കല്ലുകൾ കൊണ്ട് സൈഡ് കൊടുക്കുന്നുണ്ട്. മിറ്റിൽ നമുക്ക് എടുത്തു തരുന്നത് ഇളയാളാട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് നാളെ ആകുമ്പോൾ എന്ത് പാകമാവുമെന്ന് അറിയില്ല, എന്നാലും വളരെ ഇഷ്ടത്തോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു പഴകിയ ഒരു ചട്ടിയുടെ ബാക്ക് ഭാഗത്തിൽ കുറച്ച് ചെടിയെല്ലാം തേച്ചെടുത്തിട്ട് ഒരു ഗുഹ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ കല്ലിടുവാണ്. നമ്മൾ തെന പാകിയിട്ടുണ്ട്. തെന പക്ഷേ കിളുത്ത് കിട്ടിയില്ല കേട്ടോ. തെന കിളുത്ത് കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് പാടം പോലെയൊക്കെ സെറ്റ് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷെ തെന കിളുത്തില്ല. ഒരു സെറ്റ് തെന നമ്മളെ ചതിച്ച്. ഇനി വരുമോ നോക്കാം. ഒരു ചെറിയ കുളം പോലെ ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിന് ചുറ്റും മണ്ണ് തേച്ച് ഇനി നമുക്ക് ആ ആൽഗ പായലെന്ന് പറഞ്ഞ ഐറ്റം ഇല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കത് കവർ ചെയ്ത് വെക്കണം. പിന്നെ ക്രിസ്മസ് ആണെങ്കിൽ കുറച്ച് പഞ്ഞി ഇട്ടിട്ട് ഒരു മഞ്ഞിൻ്റെ സെറ്റപ്പ് തോന്നിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് കുറച്ച് പഞ്ഞി ഇട്ടിട്ട് മഞ്ഞിൻ്റെ പോലത്തെ ലുക്ക് വരുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ പഴയൊരു ക്രിസ്മസ് ട്രീയുടെ അതിൻ്റെ ലീഫൊക്കെ പോയി തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഈ മാല പോലെ വാങ്ങാൻ കിട്ടുമല്ലോ, അതുകൊണ്ട് ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് അതിന് ഒരു തിക്നെസ്സൊക്കെ തോന്നിക്കുന്ന വിധത്തിൽ കൊടുത്തു. ആ വൈറ്റ് കളർ കല്ലൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് വഴിക്ക് ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ലൈറ്റുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വെച്ചിട്ട് നോക്കി കഴിയുമ്പോൾ നോക്കൂ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം നേരം മെനക്കെടാനൊന്നും ഇപ്പോൾ ആർക്കും സമയമില്ലല്ലോ. ആ ക്രിബ് സെറ്റിൻ്റെ മുകളിൽ ചെറിയൊരു കവുങ്ങിൻ്റെ ഇലയാട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഔസേപ്പിതാവ്, ഉണ്ണിയേശു, മാതാവ്, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, ആടുകൾ, ഇങ്ങനെ കുറേ സെറ്റ് വേണ്ടേ. പിന്നെ ഇത് നമ്മൾ ഇത്തവണ പുതിയ സെറ്റ് വാങ്ങിയിട്ടില്ല, പഴയ സെറ്റ് തന്നെയാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം പെയിൻ്റ് എല്ലാം പോയിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിൽ ഞാൻ ആടുകളെ മാത്രമാണ് അങ്ങനെ റെഡിയാക്കി എടുക്കാറുള്ളൂ. ഇത്തവണ ഞാൻ എല്ലാ ഐറ്റംസിനെയും ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ മേക്കപ്പ് പോയി കിടക്കുന്ന എല്ലാവരെയും ഞാൻ പെയിൻ്റ് അടിച്ച് കുട്ടപ്പന്മാരും കുട്ടപ്പിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ നമുക്ക് ഇത് ഒരു തവണത്തെ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഐറ്റമാണ്. പക്ഷേ ഇതിന് അധികം ക്വാളിറ്റിയിലൊന്നും വരുന്നതല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടും പൊടിയൊക്കെ വരും. അത് ഇങ്ങനെ ഫാബ്രിക് പെയിൻറ്റ് കൊണ്ടൊന്ന് ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്കുറവും ഇല്ല കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇനി രാജാവ് കണ്ടോ, സുന്ദരനായിട്ടുണ്ട്. ഇനി രാജാവിനെയും രാജാവിൻ്റെ ഒട്ടകവും എല്ലാം ആയിട്ട് നമുക്ക് പുൽക്കൂട്ടിലേക്ക് പോയാലോ. അപ്പോൾ രാജകീയ രംഗപ്രവേശനം നടക്കുകയാണ്. ആദ്യത്തെ സെറ്റ് ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നു, രാജാവും രാജാവിൻ്റെ ഒട്ടകവും. അപ്പോൾ അവരെ നമുക്ക് ഒരു വഴിവെക്കിൽ നിർത്താം. രണ്ടുപേരും കൂടെ അവിടെ നിൽക്കട്ടെ. ഇനി ബാക്കിയുള്ളവരെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഉണ്ണിയേശുവിനെ അന്ന് 24-ാം തീയതി രാത്രിയിലാണ് കേട്ടോ വെക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണാനായിട്ട് എടുത്ത് ഉണ്ണിയേശുവിനെ വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.